ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു പ്രധാനപ്പെട്ട 100 ക്വസ്റ്റ്യൻസ് നോക്കാം. ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വർഷം 1885 ഡിസംബർ 28. സ്ഥാപകൻ എ ഒ ഹ്യൂം. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. INC സ്ഥാപിച്ച സ്ഥലം മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചാണ്. വൈദേശിക ആധിപത്യത്തിന് എതിരെ ഇന്ത്യയിൽ രൂപം കൊണ്ട ചെറിയ സംഘടനകൾ ഏതെല്ലാം? ഇന്ത്യൻ അസോസിയേഷൻ. വർഷം 1876. സുരേന്ദ്രനാഥ ബാനർജിയാണ് സ്ഥാപിച്ചത്. പൂന സാർവജനിക് സഭ 1870 MG റാനഡെ സ്ഥാപിച്ചു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ 1852 ഗസലു ലക്ഷ്മി നരസു ചെട്ടിയാണ് സ്ഥാപിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരിക്കേണ്ട ഗാന്ധിജി നിർദ്ദേശിച്ച ആശയങ്ങൾ എന്തൊക്കെയാണ്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം, ലഹരി വിമുക്തം എന്നിവയാണ്. വൈദേശിക ആധിപത്യത്തിന് എതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംഘടനയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? വിദേശ ഭരണം അവസാനിപ്പിക്കുക, ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഉറപ്പാക്കുക. ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് മാറുന്നതുവരെ പിന്തുടർന്ന നിയമസംഹിത എന്തായിരുന്നു? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അതിൽ 321 ഭാഗവും 10 പട്ടികയും ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള മിഷൻ എന്താണ്? ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷൻ നിലവിൽ വന്നത് 1946. അതിൻ്റെ തലവനായിട്ട് പെത്വിക് ലോറൻസ് ആണുള്ളത്. അംഗങ്ങൾ 3 പേര്. അതാരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അതിൻ്റെ പ്രധാന നിർദ്ദേശം എന്താണ്? സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമ സംഹിത ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ തുടക്കം നോക്കാം. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ തുടങ്ങുന്നത്. 1946 ഡിസംബർ 9 അതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നു. താൽക്കാലിക പ്രസിഡന്റായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കുന്നു. 1946 ഡിസംബർ 11 അതിൻ്റെ സ്ഥിരം പ്രസിഡന്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും തെരഞ്ഞെടുത്തു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1946 ഡിസംബർ 23 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിന്റെ അവസാന ദിനമാണ്. ആദ്യ സമ്മേളനം അവസാനിച്ചെന്നാണ് 1946 ഡിസംബർ 23. 1947 ജനുവരി 22 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. 1947 ഓഗസ്റ്റ് മാസം 29 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും വലിയ കമ്മിറ്റിയായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. എന്നാണ് 47 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയം എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച ദിവസം അല്ലെങ്കിൽ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഉത്തരം 1949 നവംബർ മാസം 26. അതുകൊണ്ട് ഭരണഘടനാ ദിനം, നിയമദിനം എന്ന് ചോദിച്ചാൽ നവംബർ മാസം 26 ഉത്തരമായിട്ട് വരുന്നത്. ഭരണഘടനാ ദിനം, നിയമദിനം നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണ് അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ്? ജാനുവരി 26. എന്താണ് റിപ്പബ്ലിക്? തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവൻ ആകുന്ന സംവിധാനത്തെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. എന്താണ് പാർലമെന്ററി ജനാധിപത്യം? രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്ന സംവിധാനത്തെയാണ് പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. എന്താണ് ഫെഡറലിസം? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്.
ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ എന്തൊക്കെയാണ്? എഴുതപ്പെട്ട ദൃഢമായിട്ടുള്ള ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ, ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവമൊക്കെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്താണ്? ക്വാസി ഫെഡറൽ ആണ്. ഇന്ത്യൻ ഭരണഘടന ക്വാസി ഫെഡറൽ ആണ്. എന്താണ് ജനങ്ങളുടെ പരമാധികാരം? രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് അറിയപ്പെടുന്നതിനെയാണ് ജനങ്ങളുടെ പരമാധികാരം എന്ന് പറയുന്നത്. എന്താണ് നിയമവാഴ്ച? എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണെന്നും ആരും നിയമത്തിന് അധീനരല്ല എന്നും അറിയപ്പെടുന്നതിനെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. എന്താണ് ഏക പൗരത്വം? സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വം ഇല്ലാത്ത രാജ്യത്തുള്ള ഒറ്റ പൗരത്വത്തെ ഏക പൗരത്വം എന്ന് പറയുന്നു. എന്താണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ? നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനത്തെയാണ് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താണ് മൗലിക അവകാശങ്ങൾ? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. എന്താണ് മൗലിക കടമകൾ? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തത്തെ മൗലിക കടമകൾ എന്ന് പറയുന്നു. എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ? ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശത്തെയാണ് മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്നത്. എന്താണ് ആമുഖം? രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ആമുഖത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത്. ആമുഖത്തിൽ പറയുന്നത് എന്താണ്? രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയുടെ ഉള്ളടക്കത്തിൽ എന്തൊക്കെയുണ്ട്? 22 ഭാഗം, 395 അനുച്ഛേദം, 8 പട്ടികയുമുണ്ട്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കത്തിലോ 25 ഭാഗം, 470 അനുച്ഛേദവും 12 പട്ടികയുണ്ട്. എല്ലാം കൂടിയിട്ടുണ്ട്. 22 ഭാഗം എന്നുള്ളത് 25 ഭാഗമായി, 395 അനുച്ഛേദം 470ഓളം അനുച്ഛേദമായി, 8 പട്ടിക എന്നുള്ളത് 12 പട്ടികയായിട്ട് ഉയർത്തപ്പെട്ടു. പോക്സോ ആക്ട് 2012 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ മാസം 19. പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14. പോക്സോ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 6 പോക്സോ നിയമപ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് കുട്ടികളായിട്ട് പരിഗണിക്കുന്നത്. ലൈംഗിക അതിക്രമണ കേസുകൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ലോക്കൽ പോലീസിനെയൊക്കെയാണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ അറിയപ്പെടുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നോക്കുമ്പോൾ ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 368 ഭാഗം 20 കടമെടുത്തത് ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഏതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സർക്കാർ കേസാണ്. ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതെന്നാ 1976 42 ഭേദഗതി പ്രകാരം. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വിധിച്ച കേസ് 1960 ബേറിബാറി യൂണിയൻ കേസ് ആണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വിധിച്ച കേസാണ് 1960 ബേറുബാറി യൂണിയൻ കേസ്. ഇനി ആമുഖം ഭരണഘടനയുടെ ഭാഗം ആണ് എന്ന് വിധിച്ച കേസ് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സർക്കാർ കേസാണ്. ഈ കേസിലൂടെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരുവിധ മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സർക്കാർ കേസ് പ്രകാരമാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരുവിധ മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിട്ടാണ് കേശവാനന്ദ ഭാരതി ഉള്ളത്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതികൾ എന്തൊക്കെയാണ്? അയവുള്ള ഭേദഗതി,
ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി എന്ന് 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി 1951 1-ാം ഭേദഗതി 9-ാം പട്ടിക കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അതൊക്കെ 1951 1-ാം ഭേദഗതി പ്രകാരം ചെയ്തു. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായിരുന്നു 1951 1-ാം ഭേദഗതി ചെയ്ത സമയത്ത്. ഇനി പ്രധാന ഭേദഗതിയായിട്ട് വരുന്നത് 1976 42-ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. ചെറു ഭരണഘടന എന്നിങ്ങനെ അറിയപ്പെടുന്നു. സൊറൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നിലവിൽ വന്നു 1976 42-ാം ഭേദഗതി. ആമുഖത്തിൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. 1978 44-ാം ഭേദഗതി 31-ാമത്തെ അനുച്ഛേദമായിട്ടുള്ള സ്വത്തവകാശത്തെ പറ്റി പറയുന്നു. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് 1978 44-ാം ഭേദഗതി പ്രകാരമാണ്. ഇപ്പോൾ നിലവിൽ 300A സ്വത്തവകാശം. മുൻപ് ഭരണഘടനയുടെ 3-ാം ഭാഗം മൗലികാവകാശത്തിലായിരുന്നു. ഇപ്പോൾ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. അത് പറയുന്നത് ഭാഗം 12-ൽ പ്രധാനമന്ത്രി മൊറാർജി ദേശായി, പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു. അടുത്തതായിട്ട് 1992 73-ാം ഭേദഗതി. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതിയാണ് 92 73-ാം ഭേദഗതി. 11-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. ഭാഗം 9. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ മാസം 24-നാണ്. പ്രധാനമന്ത്രി PV നരസിംഹ റാവു, പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയുമായിരുന്നു. അടുത്തത് 1992 74-ാം ഭേദഗതി. നഗരപാലികാ നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 92 74-ാം ഭേദഗതി പ്രകാരം പട്ടിക 12 ഭാഗം 9A. നിലവിൽ വന്നത് 93 ജൂൺ 1. പ്രധാനമന്ത്രി PV നരസിംഹ റാവു, പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയുമായിരുന്നു. അടുത്തതായിട്ട് 2002 86-ാം ഭേദഗതി നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭേദഗതിയാണ് 2002 86-ാം ഭേദഗതി. ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത് 2009 ഓഗസ്റ്റ് 4. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. പ്രധാനമന്ത്രി AB വാജ്പേയി, പ്രസിഡന്റ് APJ അബ്ദുൽ കലാമുമായിരുന്നു. 1988 61-ാം ഭേദഗതി നോക്കാം. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ചത് എന്നാണ് 1988 61-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്നത് 1989 മാർച്ച് മാസം 28. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, പ്രസിഡന്റ് R വെങ്കിട്ടരാമനുമായിരുന്നു. അടുത്തതായിട്ട് 2016 101-ാം ഭേദഗതി. GSTയെ നടപ്പിലാക്കിയ ഭേദഗതിയാണ് 2016 101-ാം ഭേദഗതി. നിലവിൽ വന്നത് 2017 ജൂലൈ 1. ആർട്ടിക്കിൾ 246A. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് പ്രണബ് മുഖർജിയുമായിരുന്നു. 2023 106-ാം ഭേദഗതി പ്രകാരം വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കി. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2023 സെപ്റ്റംബർ 28-ന്. ലോക്സഭ, സംസ്ഥാന നിയമസഭ, ഡൽഹി നിയമസഭ എന്നിവിടങ്ങളിൽ വനിതകൾക്ക് 33% സംവരണം അല്ലെങ്കിൽ സീറ്റുകൾ സംവരണം ചെയ്ത് നൽകിയ ഭേദഗതി 2023 106-ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന പാഠത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ആമുഖം പ്രാതിനിധാനം ചെയ്യുന്നത് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ്. ആമുഖം ആരംഭിക്കുന്നത് ഒന്നാം ഭാരതത്തിലെ ജനങ്ങൾ. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ്. 1946 ഡിസംബർ 13-ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായിട്ട് മാറിയത്. ആമുഖം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നുമാണ്. ആമുഖത്തിന്റെ പ്രതിപാദിക്കുന്ന ഏക തീയതി 1949 നവംബർ 26. ഇന്ത്യയിലെ ജനങ്ങൾക്കായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന അധികാരം നൽകിയിരിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ലക്ഷ്യങ്ങൾ 4 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്?
നീതി, സമത്വം, സ്വാതന്ത്ര്യം, അതേപോലെ സാഹോദര്യം. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന 3 തരം നീതികൾ ഏതൊക്കെ? സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നെല്ലാം ചോദിച്ചാൽ ഉത്തരം നമ്മുടെ ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടനയാണ്. അതായത് നിയമനിർമ്മാണം താരതമ്യേന എളുപ്പവും എന്നാൽ നിയമ ഭേദഗതി പ്രയാസകരവുമാണ്. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിലൂടെ ഭേദഗതി ചെയ്യാവുന്നതാണ്. ലോക്സഭയെക്കുറിച്ച് നോക്കാം. പാർലമെന്റിന്റെ അധോസഭയാണ് ലോക്സഭ. ആർട്ടിക്കിൾ 81 ഭാഗം 5 നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17. പരമാവധി അംഗസംഖ്യ 550 ആണ്. നിലവിൽ അംഗസംഖ്യ 543. കുറഞ്ഞ പ്രായം 25 വയസ്സ്. ലോക്സഭയിൽ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സ്. ലോക്സഭയുടെ കാലാവധി 5 വർഷം. ദേശീയ പക്ഷിയായിട്ടുള്ള മയിലിനെ പ്രമേയമാക്കിയിട്ടുള്ള ലോകസഭാ ചേംബർ രൂപകൽപ്പന ചെയ്തത്. ലോക്സഭയുടെ പ്രമേയം എന്താണ്? മയിലാണ്. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ലോക്സഭയോടാണ്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ളത് ഉത്തർപ്രദേശിനാണ്. 80 സീറ്റുണ്ട്. കേരളത്തിൽ നിന്നും 20 സീറ്റുകളാണ് ഉള്ളത്. ഒരു ലോക്സഭാ മണ്ഡലം മാത്രമുള്ളത് സംസ്ഥാനമാണ് മിസോറാം, നാഗാലാൻഡ്, സിക്കിം. മിസോറാം, നാഗാലാൻഡ്, സിക്കിമിലൊക്കെ ആകെ ഒരു ലോക്സഭാ മണ്ഡലം മാത്രമാണ് ഉള്ളത്. ലോക്സഭയിൽ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 84 എണ്ണം ഉണ്ട്. കേരളത്തിൽ നിന്നുമുള്ള ലോക്സഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാണ് ആലത്തൂറും മാവേലിക്കരയും. ലോക്സഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 47. ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി സംവരണം നിർത്തലാക്കിയ ഭേദഗതി 2020 104 ഭേദഗതി പ്രകാരമാണ്. ലോക്സഭയിൽ നിന്നും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ സംവരണം നിർത്തലാക്കിയ ഭേദഗതി 2020 104 ഭേദഗതി. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ. രാജ്യസഭയെക്കുറിച്ച് നോക്കാം. പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. മുതിർന്നവരുടെ സഭയാണ് രാജ്യസഭ. സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റിന്റെ സഭയാണ് രാജ്യസഭ. ഭാഗം 5 പ്രകാരമാണ് രാജ്യസഭയെ പറ്റിയുള്ളത്. ആർട്ടിക്കിൾ 80. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സ്. 30 വയസ്സ് വേണം രാജ്യസഭ അംഗമാകാൻ. രാജ്യസഭ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭ ചെയർമാനാകാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ആണ്. നിലവിലെ അംഗസംഖ്യ 245. രാഷ്ട്രപതിക്ക് 12 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും. രാജ്യസഭയുടെ ചേംബർ ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ പ്രമേയമാക്കി രൂപകൽപ്പന ചെയ്തു. രാജ്യസഭയിലേക്ക് ഓരോ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകൾ ഉള്ളത് ഉത്തർപ്രദേശ്, 31 സീറ്റുണ്ട്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്ക് 19. കേരളത്തിൽ നിന്നും 9 രാജ്യസഭാ അംഗങ്ങളാണ് ഉള്ളത്. നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അധികാരവും രാജ്യസഭയ്ക്കാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെന്റിന് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണത്തിന്റെ അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയാണ്. ഭരണഘടനാപരമായിട്ട് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയെക്കുറിച്ച് നോക്കാം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം. രാഷ്ട്രപതി ആകാനുള്ള യോഗ്യത എന്താണ്? 35 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഇന്ത്യൻ പൗരനായിരിക്കണം. 5 വർഷ കാലാവധിയാണ് അദ്ദേഹത്തിനുള്ളത്. ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന് ഇലക്ട്രൽ കോളേജ് ചേർന്ന്
രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നു. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയാണ് പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയിൽ നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനയുടെ സർവ്വ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയും ഇല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി പ്രധാനമന്ത്രിയെ കുറിച്ച് നോക്കാം. പ്രധാനമന്ത്രിയാവണമെങ്കിൽ 25 വയസ്സ് പൂർത്തിയാക്കണം. കാലാവധി 5 വർഷം തന്നെയാണ്. രാജിക്കത്ത് കൊടുക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. മന്ത്രിസഭ രൂപീകരിക്കുകയും മന്ത്രിസഭയിലെ ക്യാബിനറ്റിലെ അംഗങ്ങളെ നിശ്ചയിക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രി. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുകയും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിയിൽ നിക്ഷിപ്തമാണ്. രാഷ്ട്രപതിയും മന്ത്രിസഭയും പാർലമെന്റിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രധാനമന്ത്രി നിലകൊള്ളുന്നു. സുപ്രീം കോടതിയെക്കുറിച്ച് നോക്കാം. 1950 ജനുവരി 28-നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. 11 അതിൻ്റെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ തിലക് മാർഗാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരനാണ് സുപ്രീം കോടതി. ഔദ്യോഗിക കാലാവധി 65 വയസ്സ് വരെയാണ്. നിയമിക്കുന്നതും രാജിക്കത്ത് കൊടുക്കുന്നതും രാഷ്ട്രപതിക്കാണ്. നീക്കം ചെയ്യുന്നത് പക്ഷേ പാർലമെന്റാണ്. ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനായിട്ടും സുപ്രീം കോടതി നിലകൊള്ളുന്നു. സുപ്രീം കോടതിയുടെ നീതിന്യായ പുനരവലോകനത്തെ പറ്റിയുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിൾ 137. സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 5ആണ്. സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 124. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡായിട്ട് പ്രവർത്തിക്കുന്നത് ആർട്ടിക്കിൾ 129 പ്രകാരമാണ്. സുപ്രീം കോടതിയുമായിട്ട് ആലോചിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ആർട്ടിക്കിൾ 143. സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഹരിലാൽ ജെ കനിയ. ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയാണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണ് 53ാമത്തെ വ്യക്തിയായിട്ടുള്ള ജസ്റ്റിസ് സൂര്യകാന്ത്. ഭരണഘടനാ ലിസ്റ്റുകളെ പറ്റി നോക്കാം. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 7. കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 245. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 246 ആണ്. യൂണിയൻ ലിസ്റ്റ് തുടക്കത്തിൽ 97 ആണെങ്കിൽ നിലവിൽ അത് 100 എണ്ണമുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് തുടക്കത്തിൽ 66 ആണെങ്കിൽ നിലവിൽ 61 ഉണ്ട്. കൺകറന്റ് ലിസ്റ്റ് തുടക്കത്തിൽ 47 ആണെങ്കിൽ അത് നിലവിൽ 52 ആയിട്ട് ഉയർത്തു. കൺകറന്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അധികാരമുണ്ട്. ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന വിഷയങ്ങൾ എന്നറിയപ്പെടുന്നു. അവശിഷ്ടാധികാരങ്ങൾ ഉദാഹരണം സൈബർ നിയമങ്ങളൊക്കെയാണ്. ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച കമ്മീഷനുകൾ സർക്കാരിയ കമ്മീഷൻ, പുഞ്ചി കമ്മീഷൻ ഒക്കെയാണ്. ഭരണഘടനയുടെ ഭാഗം 1 എന്താണ്? യൂണിയനും പ്രദേശങ്ങളും. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ് ഇത് പറയുന്നത്. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നു. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 3 ആണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ എന്നിവ ചേരുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഭരണഘടനയെക്കുറിച്ചും ഒരു 10-100 ക്വസ്റ്റ്യനോളം നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളിത് വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുത്. തുടർന്നും ഇതേപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വൈസ് PDF PSC റിലേറ്റഡ് വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതൊക്കെ അന്നേരം തന്നെ ലഭിക്കണമെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.